അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് ബൈപ്പാസ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞ് ബൈപ്പാസ് സർജറി ചെയ്തു. 8 ബ്ലോക്ക്, 12 ബ്ലോക്ക്, 7 ബ്ലോക്ക്, 6 ബ്ലോക്ക്, 5 ബ്ലോക്ക്. അവൻ ഇങ്ങനെ മൊബൈലിൽ നോക്കി എന്തോ ഒരു വിദേശ സിനിമയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷാണ് കേൾക്കണത്. ബാഗ് എടുത്തിട്ട് പറഞ്ഞത് എൻ്റെ രോഗം മാറി, ഞാൻ പോവുകയാണ്. ഒരു 2 വർഷം മുമ്പ് എനിക്കൊരു 7 ബ്ലോക്ക് പെട്ടെന്ന് ഭയങ്കര പെയിനൊക്കെ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ തൃശ്ശൂരാണ് ആദ്യം കൊണ്ടുപോയി. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്കുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് ബൈപ്പാസ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞ് ബൈപ്പാസ് സർജറി ചെയ്തു. അപ്പോൾ ഈ ബൈപ്പാസ് സർജറി ചെയ്യണമെങ്കിൽ 2 ദിവസം മുമ്പ് അപ്പുറത്തും ഇപ്പുറത്തേക്കുള്ള പേഷ്യൻസൊക്കെ ആയിട്ട് അവരൊക്കെ ഈ ബൈപ്പാസിന് വേണ്ടി കാത്തിടുകയാണ്. 8 ബ്ലോക്ക്, 12 ബ്ലോക്ക്, 7 ബ്ലോക്ക്, 6 ബ്ലോക്ക്, 5 ബ്ലോക്ക്. ആ രീതിയിലേക്ക് മരണത്തിനും ചിലരൊക്കെ ഇങ്ങനെ പ്രതീക്ഷകളറ്റ പോയവരൊക്കെ ഉണ്ടായിരുന്നതിൽ. പക്ഷെ അവരാരും മരിച്ചില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ രക്ഷപ്പെട്ട് യാത്ര പറഞ്ഞു പോന്നു. അപ്പോൾ എൻ്റെ ഈ ബൈപ്പാസ് ചെയ്യണതിൻ്റെ 2 ദിവസത്തിനുള്ളിൽ നിരവധി പേരായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അകലെ കാണുന്നൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വനിതാ വാർഡാണ്. അപ്പോൾ നമ്മൾ ഈ മരുന്നൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. മരുന്നൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഈ ചില വനിതകളൊക്കെ ആയിട്ട് ചിരിക്കും. അവരും പേഷ്യൻസാണ്. അവർ ഈ ബൈപ്പാസ് സർജറിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞു. അതേ ദിവസം തന്നെ എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീഡിങ് കഴിഞ്ഞു. അപ്പോൾ അവന് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളോട് നടക്കാൻ പറഞ്ഞു. ബാബുവാനിയുടെ പൊക്കമുള്ള ഒരു സ്ത്രീയാണ്, ബോംബെയിലുള്ള ഒരു സ്ത്രീ. ഹിന്ദിയൊക്കെ അറിയാം അവർക്ക്. അപ്പോൾ എനിക്കും കുറച്ച് ഹിന്ദി അറിയാം. അപ്പോൾ അവർ മലയാളിയാണ്, പക്ഷേ മലയാളവും ഹിന്ദിയും മിക്സ് ചെയ്ത് പറയുന്നൊരു സ്ത്രീ. അവർ പഠിച്ചത് KEM ഹോസ്പിറ്റലിൽ ബോംബെയിലാണ്, ആ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അതൊക്കെ എനിക്കറിയാം. ആ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ബന്ധമായി. അപ്പോൾ ഇങ്ങനെ ടൈലുകളുടെ അളവ് വെച്ചിട്ടാണ് ഈ ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ നടത്തിക്കുക. 6 ടൈല് വരെ നടക്കണം. അത് കഴിഞ്ഞാൽ അവിടെ പോയി ഇരിക്കണം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരാൾ വരുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഈ ബാബുവാനിയുടെ പൊക്കമുള്ള സ്ത്രീ നമ്മളങ്ങനെ പിടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഈ ഭയങ്കര ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, ഇവിടെ കുറേ ട്യൂബുകളും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ 3-4 ദിവസം കഴിഞ്ഞാൽ വീട്ടിലാരെങ്കിലും നടത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ അമ്പിളിക്ക് എന്നെ പിടിക്കാനുള്ള ആരോഗ്യമൊന്നും അവർക്കില്ല. അതിനിടയിൽ ഉണ്ടായൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഭരണം നടത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ കണ്ണൂരുള്ളൊരു സ്ത്രീയുടെ മകളാണ് വന്ന് അമ്മേനെ പിടിച്ചത്. ഈ അമ്മ കയ്യിൽ നിന്ന് പോയി. അമ്മ ഇങ്ങനെ നെഞ്ചടിച്ച് വീണ് അമ്മ മരിക്കുന്നൊരു ഒരു വേദനയുള്ളൊരു സംഭവം നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ ഭയമായി. എൻ്റെ ഭാര്യയായിട്ടുള്ള അമ്പിളിക്ക് ഭയമായി. പിന്നെ ഇത് ആര് പിന്നെ നടത്തിക്കും എന്നുള്ളതായി. അപ്പോൾ നമ്മൾ ചാലക്കുടി MLA BD ദേവസീര ഡ്രൈവറായിട്ടുള്ള ആൽവിൻ കുര്യാക്കോസ് എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്. ചെറിയ പയ്യനാണ്. അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നടത്തിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ വന്നപ്പോൾ അവനെ താങ്ങാൻ അവന് പറ്റണില്ല. എൻ്റെ പെങ്ങളുടെ മകനും അവനും കൂടി 2 ദിവസം നടത്തിച്ചു. 1 മാസം നമ്മളവിടെ റൂമെടുത്ത് താമസിക്കുകയാണ്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അമൃതയിൽ തന്നെ റൂമെടുത്ത് താമസിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ നടത്തിക്കുന്ന സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ആൽവിൻ പറഞ്ഞു എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകണം, പെങ്ങളുടെ മകൻ്റെ വിവാഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനും പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എക്സ്കർഷന് LP സ്കൂളിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകും അതിരപ്പള്ളി ഭാഗത്തേക്കൊക്കെ ബസ്സിൽ. അപ്പോൾ ഞാനൊരു കുട്ടിയാനെ കണ്ടിട്ടുണ്ട് കാട്ടിൽ. ആ കുട്ടിയാനയുടെ വലിപ്പമുള്ള അഭിലാഷ് ഒരു ദിവസം ഒരു ബാഗ് തൂക്കിയിട്ട് എൻ്റെ റൂമിലേക്ക് നിൽക്കുക. അപ്പോൾ ആരുമില്ല, ഞാൻ അവിടെ കിടക്കുക. അപ്പോൾ ചന്ദ്ര എന്ന് ചോദിച്ചു. ഇല്ല, ഞാനൊരു കാര്യമായിട്ട് എറണാകുളത്തേക്ക് വന്നതാ, ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകണുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല ഈ കുട്ടിയാനെ തന്നെ നടത്തിക്കാൻ വന്നതാണ്. ഇത്ര ഉണ്ടാവാൻ ഇപ്പോൾ കമ്മ്യൂണിറ്റികളുടെ കൊടകര പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റികളുടെ കെയർടേക്കറാണ് ഈ അഭിലാഷ്. തച്ചഞ്ചേരിയിൽ നിന്ന് അങ്ങയുടെ വീട്ടും വരെയുള്ള ഈ മൂലംകുടത്തൊക്കെയാണ് ഉള്ള വീട്. അപ്പോൾ ആൾ വന്ന് കാലത്ത് തന്നെ പിറ്റേ ദിവസം ഒരു കണ്ടമാനം സിനിമകൾ കാണാൻ മൊബൈലിൽ ആളേക്ക് കൊണ്ട് കൊടകര പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ കാണുന്നത് ഈ അഭിലാഷാണെന്ന് തോന്നുന്നു. അപ്പോൾ അഭിലാഷ് പറഞ്ഞു കാലത്ത് പറഞ്ഞു എഴുന്നേൽക്ക് നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കാലിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഇവിടെ നിന്ന് ഒരു ഞരമ്പ് കാലിൻ്റെ അവിടെ ഞരമ്പെടുത്തിട്ടാണ് ഇതിവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാലിൻ്റെ അവിടെ ചെറിയൊരു പഴുപ്പ് പോലെ വന്നു. അപ്പോൾ പെയിനൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാലിന് വേദന ഉണ്ട് അഭിലാഷേ, നടക്കാൻ പറ്റില്ല. താനൊക്കെ വിളിച്ചു തുടങ്ങി. ചേട്ടാ, എന്നെ ഇത്രയ്ക്കധികം സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടാ. ചേട്ടാന്ന് വിളിക്കും, എൻ്റെ തമ്പുരാനെന്ന് വിളിക്കും ഇടയ്ക്കിട്ട് തമാശയ്ക്ക്. അത്രയ്ക്ക് ബന്ധമാണ് ഈ അഭിലാഷ് ഞാനായിട്ട്. അപ്പോൾ അഭിലാഷ് അന്ന് എന്നെ എനിപ്പിച്ചു. ഒരു സ്റ്റിക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ സ്റ്റിക്ക് വെച്ച് ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ അഭിലാഷ് ഇങ്ങനെ അവൻ വെറുതെ ഒരു കൈ കൊണ്ട് അവന് പൂ പറിക്കുന്ന ലാഘവത്തോടെ എന്നെ പിടിച്ചിട്ടുള്ളത്. ഒരു കൈ കൊണ്ട് പിടിച്ച് ഇങ്ങനെ നടത്തിച്ച് ഇങ്ങനെ പോയി. അന്ന് കാലത്ത് നടത്തം കഴിഞ്ഞു. ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് കുറേ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
കഴിഞ്ഞ അന്ന് വൈകിട്ട് വീണ്ടും നടക്കണം. അന്ന് വൈകിട്ട് ഞാൻ വീണ്ടും അഭിലാഷ് എന്നെ ഇങ്ങനെ കൊച്ചുകുട്ടീനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ട് കിടത്തി ഒരു 10-15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നൊരു നടത്തമാണത്. അത് വരാന്തയിലേക്കൂടെ നടന്നു പോകും. അത് ഞാൻ അന്ന് കഴിഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് കഴിഞ്ഞു. പിറ്റേ ദിവസം വൈകിട്ടും അഭിലാഷ് നടത്തിച്ചു. അന്ന് രാത്രി എപ്പോഴോ ഒരു പാതിരയ്ക്ക് ബാത്റൂം അറ്റാച്ചഡാണ് ഈ ഞാൻ കിടക്കുന്ന റൂം. അപ്പോൾ എനിക്കിത് മൂത്രം ഒഴിക്കണം. അപ്പോൾ ഞാൻ അഭിലാഷിനോട് അഭിലാഷ് സിനിമ കണ്ട് കിടക്കുക. അഭിലാഷെ വിളിച്ചു. തിരിഞ്ഞു നോക്കണല്ലേ, അവൻ ഇങ്ങനെ മൊബൈൽ നോക്കി എന്തോ ഒരു വിദേശ സിനിമയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇംഗ്ലീഷാണ് കേൾക്കണത്. അപ്പോൾ വീണ്ടും വിളിച്ചു, അഭിലാഷെന്ന് വിളിച്ചു. അപ്പോൾ ആൾ തിരിഞ്ഞു എന്തേന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു അഭിലാഷ ഒന്ന് മൂത്രം ഒന്ന് ഒഴിക്കണം, ഒന്ന് പിടിക്കേണ്ടി വരും. ഞാൻ പോയാൽ അവിടെ കോപ്പ് മയിലാണ് തന്നെ പിടിക്കുന്നത്. താ വേണമെങ്കിൽ പോയിട്ട് മൂത്രം ഒഴിക്കോ, ജാതി മുമ്പ് വർത്താൻ വന്നോന്നത് രോഗിയാന്ന് പറഞ്ഞ് കിടക്കുക. ആ എന്നെ സഹോദരന് തുല്യം സ്നേഹിക്കുന്ന അഭിലാഷിൻ്റെ നാവിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന മാ വെച്ചിട്ടുള്ള തെറി. പിന്നെ വേറെ കുറേ കണവണ തെറികൾ, അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഞാൻ പറയണില്ലേ, ആ രീതിയിൽ ആൾ കുറേ തെറികൾ സ്കൂളിൽ വിട്ടാൻ വേണ്ടി തെറി പറയാൻ. അപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റു. വെല്ലുവിളിയായി എനിക്ക്. ഇവൻ അങ്ങനെ ഒരു റൂമിൻ്റെ ഉള്ളിലാണ്, വേറെ ആളില്ലേ. അപ്പോൾ ഇങ്ങനെ നീ എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോയി ഇതൊക്കെ ഒഴിച്ച് മൂത്രമൊക്കെ ഒഴിച്ച് വന്ന് കിടന്നു. അഭിലാഷ് ഉറങ്ങിയിട്ടാണോ ഉറങ്ങാണ്ടാണോ എനിക്കറിയില്ല. അവൻ മൊബൈലൊക്കെ എടുത്ത് അവനും കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ചായയൊക്കെ പഠിച്ചു വന്നു. ബാഗ് എടുത്തിട്ട് പറഞ്ഞത് എൻ്റെ രോഗം മാറി, ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാനായി കിട്ടി തെറി കൊണ്ടൊരു ചികിത്സയാണ്, തെറി കൊണ്ട് രോഗം മാറ്റി. താൻ നടക്കുവിന് ഒറ്റയ്ക്ക് ഞാൻ പോടോ എന്ന് പറഞ്ഞു താന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ ഇപ്പോഴൊക്കെ എന്നെ ആൾ ചേട്ടന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഈ അഭിലാഷ് പോയി. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ ഓർത്തിരുന്നു. ഞാൻ ഈ സ്റ്റിക്ക് എടുത്ത് ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഭയമുണ്ട്, കാരണം എൻ്റെ കൺമുമ്പിൽ ഒരു മരണം നടന്നിട്ടുണ്ട്, അതൊക്കെ നിൽക്കുന്നുണ്ട്, ഭയമുണ്ട്. ഞാനും നടക്കാൻ തുടങ്ങി. ഈ സംഭവം ഈ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് ഒരു 3-4 മാസം മുമ്പ് തന്നെ വളരെ അടുത്ത് സുഹൃത്തായിട്ടുള്ളൊരു ഡോക്ടർ, സ്ഥിരമായിട്ട് എനിക്കൊരു സ്ഥാപനമുണ്ട്, ജ്യൂസും സിറപ്പത്തൊക്കെ വെക്കുന്നൊരു സ്ഥാപനം, ഫ്രൂട്ട്സൊക്കെ വെക്കുന്നത് കൊടകര ഗാന്ധിനഗറിൽ. അവിടെ വന്നപ്പോൾ ഡോക്ടറോട് ഇത് പറഞ്ഞു. ഡോക്ടറിന് സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ ഒരു ഗംഭീരമായിട്ട് തെറി പറഞ്ഞപ്പോൾ എൻ്റെ രോഗം പമ്പ കടന്നു. ഡോക്ടർ കുറേ നേരം ആലോചിച്ചെന്ന് പറഞ്ഞു, ഈ സംഗീതം കൊണ്ട് ഈ രോഗം മാറ്റിയതൊക്കെ കിടന്നുണ്ട്, തെറി കൊണ്ട് രോഗം മാറ്റിയിട്ടില്ല. എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു 5-8 പേര് ഡിസ്ചാർജ് ആയിട്ടും നാളെ പോകാം സാറേ എന്ന് കിടക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് ഇപ്പോൾ ഇന്ന് ഞാൻ തെറി കൊണ്ടൊരു അഭിഷേകം നടത്തട്ടെ എന്ന് പറഞ്ഞ ഡോക്ടർ ഇറങ്ങിപ്പോയി. ആ രോഗികൾ ഈ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പോകുന്നതാണ് പറയാൻ പറഞ്ഞത്. ഈ ഒരു ഗംഭീരമായിട്ടുള്ള തെറി ചികിത്സ ഡോക്ടർ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും പിരിഞ്ഞുപോയി. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.